ബിബിൻ ചേട്ടൻ്റെ ഒരു സിനിമയിൽ ഒരു ഭാഗമാവണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ ഒരു സീൻ, അതും എനിക്കുള്ള സീൻ തന്നെ ഫുള്ള് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള സാർമാർ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? പേരൊന്നും പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇതിനകത്തോ? തോന്നിട്ടൊക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഭയങ്കര മാറ്റം സംഭവിച്ചു. ഫോളോവേഴ്സ് ഒക്കെ കൂടി ക്രഷൊക്കെ അടിച്ച ആൾക്കാർ വരുന്നുണ്ട്. അച്ഛനും ഇവിടെ അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എൻ്റെ ഫ്രണ്ട്സിനും എന്നെക്കാട്ടും വലിയ ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ സക്സസ്ഫുൾ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. മുടി കെട്ടണം, ഇങ്ങനെ കണ്ണെഴുതണം, എല്ലാം അവൾ സെലക്ട് ചെയ്ത് തരും. അമ്മ ഡ്രസ്സ് എല്ലാം സെറ്റ് ചെയ്ത് തരും. അച്ഛൻ കൊണ്ടുവരും. എല്ലാത്തിനും പേഴ്സണലായിട്ട് ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ട് വേണം എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എന്നിങ്ങനെ എപ്പോഴും പറയും. മരമയത്തിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ്. എപ്പോഴും സട്ടിലായിട്ടുള്ള ആക്ടിങ് പഠിക്കാനും, ഓരോ ക്യാരക്ടർ തരുമ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ അതിൽ ഇംപ്രവൈസ് ചെയ്യാം, ഒരു സ്ക്രിപ്റ്റ് വെച്ച് ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാധനമല്ല മരമയം. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. വാഴ 2 മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ മറിമായത്തിലൊക്കെ കണ്ടു പരിചയമുള്ള ഒരു അഭിനേത്രിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ലക്ഷ്മി ധന്യ സജു. നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ റെഡ് ഡ്രസ്സിലൊക്കെ. വിഷുവൊക്കെ അല്ലേ അപ്പൊ? അമ്പലത്തിലൊക്കെ പോയോ കുറിയൊക്കെ വെച്ച്? വിഷുവിന് എന്താണ് ഇത്തവണ പ്ലാൻ? ഭയങ്കര ഇരട്ടി മധുരമാണ് ഇത്തവണ. വാഴ 2 നല്ല ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഇത്തവണത്തെ വിഷുവിന്റെ പ്ലാനൊക്കെ? ഇത്തവണ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു വർഷമാണല്ലോ. കുറേ നാൾ ആഗ്രഹിച്ച് അങ്ങനെ ഒരു മൊമെന്റിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷു ആയതുകൊണ്ട് വിഷു സ്പെഷ്യലാണ് ഇത്തവണ. അതിനിടയിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുവോ അല്ലേ? എന്താ പഠിക്കുന്നേ? ഞാൻ MSc മാത്സ് ഫൈനൽ ഇയർ. മാത്സ് ആണ്. ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. മാത്സ് എടുക്കുന്ന പൊതുവെ നല്ല പഠിപ്പിസ്റ്റുകളായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഈസി ആണോ മാത്സ്? മാത്സ് ഇഷ്ടമാണ് ഉള്ള സബ്ജക്റ്റിൽ വെച്ചിട്ട്, അങ്ങനെയാണ് മാത്സിലോട്ട്. വാഴ 2 സിനിമ ഞാൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്ന ഒരു സീനാണ്. ഒരുപാട് സീനുകൾ ഉണ്ടെങ്കിലും മോളുടെ ആ ഒരു സീന്, അതിപ്പം സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല. ആ ഒരു മുജീബ് സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിം ഹൗസാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു സീൻ, അതും എനിക്കുള്ള സീൻ തന്നെ ഫുള്ള് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു, വിജയ് ബാബു സാറിൻ്റെ കൂടെ. അപ്പം അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയ് ബാബു സാറിനെ നമ്മൾ എല്ലാവരും മുജീബ് സാറായിട്ട് ഭയങ്കര മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് മുറുക്കാനൊക്കെ ചവച്ച് ഒരു എന്താ പറയാ ഒരു കലിപ്പൻ ലുക്കിലുള്ള സാറ്, അതുപോലത്തെ ഒരു സാറായിട്ട് അഭിനയിച്ചതിൽ ഒരുപാട് എല്ലാവർക്കും നല്ല കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാറുമാർക്ക്. അങ്ങനെയുള്ള സാറുമാർ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാറുണ്ടായിരുന്നു. പേരൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. കോളേജിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പൊതുവെ കോളേജിൽ അങ്ങനെ ആയിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, നമ്മൾ ഇടാപോട ബന്ധമുള്ള ആളായിരിക്കും. പക്ഷെ അല്ലാത്തതും ഉണ്ട്. എന്നാലും ഇപ്പൊ കഴിഞ്ഞ ഒരു ആത്മഹത്യയൊക്കെ ഒരു കുട്ടിയുടെ, അപ്പൊ അതൊന്നും അങ്ങനെയല്ല. എന്നാലും അങ്ങനെയുള്ള അധ്യാപകരെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വിജയ് ബാബു? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ സ്ക്രീനിൽ ചെയ്യുന്ന സമയത്തൊക്കെ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനെൻ്റെ ഓഡീഷൻ്റെ സമയത്തും ഒക്കെ എനിക്ക് തന്ന സീൻ തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തതും. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ എനിക്ക് അറിയാമായിരുന്നു ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ളത്. ഓഡിഷൻ്റെ ടൈമിൽ എനിക്ക് ആ സെയിം സീൻ തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ഒക്കെ. അപ്പോൾ അത് തന്നെയാണ് പോർട്രേ ചെയ്തത്. അപ്പോൾ ശരിക്കും കൂടെ ഒരു ആർട്ടിസ്റ്റും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം, ക്യാമറ. പിന്നെ നമുക്ക് വിജയ് ബാബു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയാവുമായിരുന്നു. അപ്പം അതിനകത്ത് നമ്മുടെ പേടി എന്നുള്ള റിയാക്ഷനൊക്കെ എനിക്ക് ശരിക്കും നന്നായിട്ട് പേടിയായിരുന്നു കാണുമ്പോൾ തന്നെ. അവിടുത്തെ ചോദിക്കുന്നതൊക്കെ പേടിപ്പിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. കരച്ചിലൊക്കെ ശരിക്കും കരഞ്ഞാണോ അതോ ഗ്ലിസറിനൊക്കെ ഉപയോഗിച്ചോ? ശരിക്കും കരഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമുക്ക് റീഷോട്ട് ഇങ്ങനെ ഷോട്ടുകൾ വരുമ്പോൾ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ എടുക്കേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊക്കെ എടുക്കുമ്പോഴത്തേക്കും കണ്ണീരൊക്കെ തീർന്നു പോയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും.
അതല്ലാതെയും കരഞ്ഞ് ഒക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ വാഴ 1 ഭയങ്കര ഹിറ്റായ സമയത്ത് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ വാഴ 2ലേക്ക് എത്തും? എങ്ങനെയായിരുന്നു ആ ഒരു കോള് വരുന്നത്? അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വാഴ 1 ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിയേറ്ററിൽ കാണാൻ പോയൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിപിൻ ദാസിന്റെ മൂവീസൊക്കെ. വിപിൻ ചേട്ടൻ്റെ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാം തിയേറ്ററിൽ തന്നെ ഓൾമോസ്റ്റ് പോയി കണ്ടിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ വാഴ 1 ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് പറയും, നമുക്ക് കാണാൻ പോവാം, വാഴ കാണാൻ പോവാം, വാഴ കാണാൻ പോവാം. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ രാവിലെ എണീക്കാതെ ഇങ്ങനെ മടി പിടിച്ച് കിടക്കായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, രാവിലെ എണീക്കുവാണെങ്കിൽ വാഴ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വേഗം എണീറ്റ് റെഡിയായി. അങ്ങനെ പെട്ടെന്ന് പോയി കണ്ടൊരു സിനിമയാണ് വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വാഴ കാണുമ്പോൾ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ അടുത്ത്. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു, വിപിൻ ചേട്ടൻ്റെ ഒരു സിനിമയിൽ ഒരു ഭാഗമാവണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് വാഴ കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു പോസ്റ്റാണ് ഇട്ടത്. വിപിൻ ദാസ് മൂവീസ് കാണുന്ന ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നിന്നും അദ്ദേഹം എഴുതിയൊരു ക്യാരക്ടറായിട്ട് മാറിയത് ഒരു ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആ സിനിമയിൽ അഭിനയിച്ച് അതിനുശേഷം പോസ്റ്റ് ഇട്ടത് തന്നെ അങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞാനിട്ട പോസ്റ്റ് അത് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് വാഴ 2ലേക്ക് വിളിക്കുന്നത്? എപ്പോഴാണ് അത് ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത്? എപ്പോഴായിരുന്നു കോള് വന്നത്? അത് വാഴേൻ്റെ ഓഡീഷൻ നടക്കുന്നുണ്ട് എന്ന് ആണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞ് എനിക്ക് ഓഡീഷൻ വന്നത് ഭയങ്കര, അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഓഡീഷനൊക്കെ കുറേ മുമ്പേ തുടങ്ങിയത്. ഞാൻ അപ്പോഴൊന്നും അറിഞ്ഞില്ലായിരുന്നു ഓഡീഷൻ്റെ കാര്യം. ഏറ്റവും ലാസ്റ്റാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഓഡീഷനിലേക്ക് എനിക്ക് വന്നെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞിട്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പറഞ്ഞത്. അല്ലല്ല, നമ്മുടെ ഇതിൻ്റെ വാഴേൻ്റെ എടി ഇതടുത്താണ് പറഞ്ഞത്. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഓഡീഷന് വേണ്ടി ചെന്നു. അപ്പോൾ രാകേഷ് ചേട്ടനാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അങ്ങനെ രാകേഷ് ചേട്ടനെ ഫസ്റ്റ് കണ്ട രാകേഷ് ചേട്ടൻ ഇങ്ങനെ സീൻ തന്നു, ഞാനത് ചെയ്ത് കാണിച്ചു, ആൾ കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് വാഴയിലോട്ട് എൻ്റർ ആയത്. ആ സീൻ തന്നെ തരുമ്പോൾ സിനിമയിലുള്ള രംഗമാണെന്ന് അറിയായിരുന്നു? അറിയില്ലായിരുന്നു. ഫസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇമോഷണൽ സീൻ പോലത്തെ ഒരു സീൻ ഫസ്റ്റ് തന്നെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ അടിച്ചു. എനിക്ക് ഓക്കെ കൊള്ളാം, ഒരു കോൺഫിഡൻസ് കിട്ടി ചെയ്യാനായിട്ട്. അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതാണല്ലോ ചെന്നത്. കാരണം ഓഡിഷൻ കഴിഞ്ഞിരിക്കും എന്നൊരു സാഹചര്യത്തിൽ കിട്ടോ ഇല്ലയോ അങ്ങനെ എനിക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെല്ലാന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ചെന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്നെ ഈ സീൻ പറഞ്ഞു ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു 2 ദിവസം. ഫസ്റ്റ് ഡേ വർക്ക്ഷോപ്പിൽ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് എക്സാം നടക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ വർക്ക്ഷോപ്പിന് ചെല്ലുന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഇതുപോലെ ക്യാമറയൊക്കെ വെച്ച് നമ്മളെ കൊണ്ട് തന്ന് സ്ക്രിപ്റ്റ് പോലെ തന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയും അപ്പോഴും ആ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ രാജേഷേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് ചെയ്തില്ലേ ആ സെയിം സാധനം തന്നെയാണ് ചെയ്തോ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യിപ്പിച്ചു. അപ്പം ഇഷ്ടമായി. അങ്ങനെ അത് തന്നെ പടത്തിൽ ഒന്നുകിൽ ഇതിൽ 2 സീനല്ലേ? ഈ സിനിമയിൽ 2 സീനാണെങ്കിലും ആ സിനിമയുടെ ഒരു ഗ്രാഫ് മാറ്റിയ സീനായിരുന്നു. ആ സിനിമയുടെ ഗതി തിരിച്ചു വിടുന്ന ഒരു രംഗം തന്നെയായിരുന്നു. നമ്മളെല്ലാരും ഭയങ്കര വണ്ടടിച്ച് നിൽക്കുന്ന ഒരു സീനായിരുന്നു. ആ ഒരു സീനിന്റെ ഭാഗമായതിൽ എങ്ങനെ തോന്നി എക്സൈറ്റ്മെന്റ്? അത് അങ്ങനെ എനിക്ക് അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഷൂട്ട് ചെയ്യണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തതും. പക്ഷെ അതെങ്ങനെയായിരിക്കും സിനിമ വരുമ്പോൾ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും കുറച്ച് നേരമല്ലേ ഉള്ളൂ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ മെസ്സേജസ് ഒക്കെ വന്നു ഇൻസ്റ്റഗ്രാമിൽ, കുറെ കമന്റ്സ് കണ്ടു. അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് അയ്യോ എത്ര ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടതാന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ്. ഇതിൻ്റെ എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. വിപിൻ ചേട്ടനോടാണ് ഈ ക്യാരക്ടർ എഴുതിയതിന്, സവിൻസ, എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്. അത്രയും കുറച്ച് നേരെ സ്ക്രീനിലുള്ളെങ്കിലും എല്ലാവർക്കും അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിന് അല്ലെങ്കിൽ വിചാരിച്ചിരുന്നു ഓഡീഷൻ തുടങ്ങുന്ന സമയത്തായിരുന്നെങ്കിൽ അത് വേറെ ഏതെങ്കിലും കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ കിട്ടിയേനെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിലേ, അതൊന്നും എനിക്കറിയില്ല. ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മള് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ ഇതിനകത്ത്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് തോന്നുമല്ലോ ഉള്ളിലേ, അങ്ങനെ തോന്നും. പക്ഷെ എല്ലാവരും നിമിത്താണല്ലോ. അതെ, ഇപ്പൊ അവസാന നിമിഷമെങ്കിലും ചെന്നത് കൊണ്ട് അങ്ങനെ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. അതെ, അത് തന്നെയാണ് വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നത്. ഈ വാഴ 2ന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വാഴയിലെ എല്ലാവർക്കും അവരവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോട്ടബിൾ ആണ്. ഒറ്റ സീനിൽ വന്നു പോകുന്നവരാണെങ്കിലും അവരെല്ലാരും നമ്മൾ ഓർത്തിരിക്കും. അത് സംവിധായകന്റെ എഴുത്തുകാരന്റെ ഒരു കഴിവാണ് അങ്ങനെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാന്ന് ഉള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ സിനിമ കണ്ടപ്പോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്.
എനിക്ക് അതുകൊണ്ട് തന്നെയാണ് വിപിൻ ചേട്ടൻ്റെ മൂവീസും ഭയങ്കര ഇഷ്ടം. ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും ആ സിനിമയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഇങ്ങനെ വർക്ക്, അങ്ങനെ ഒരു ആഗ്രഹം സഫലമായിട്ടുള്ള ഒരു മൊമെന്റും കൂടിയാണ്. പ്രാർത്ഥിച്ചായിരുന്നു അന്ന് വാഴ 2 ഓഡീഷൻ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടണേന്നൊക്കെ? ശരിക്കും പ്രാർത്ഥിച്ചായിരുന്നു. ഇഷ്ടപ്പെട്ട ആരെയാണ് എന്നും പ്രാർത്ഥിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട പള്ളി എവിടെ കണ്ടാലും എന്ത് കണ്ടാലും പ്രാർത്ഥിക്കും. അതല്ല, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് നേടിയ അങ്ങനെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പം സഫലമാകുന്നതുണ്ട്. അങ്ങനെ ഒന്നാണോ ശരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ഇപ്പൊ നടന്നത്? ഉറപ്പായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് ഇന്റർവ്യൂ ചെയ്യണ പോലെയൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെന്നിരുന്ന ഞാൻ എങ്ങനെ സംസാരിക്കും, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു സമയമാണ്. വാഴ 2 ലൈഫിൽ തന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുവാണെങ്കിൽ? ഭയങ്കര വലിയ മാറ്റമായിരുന്നു. അതും പെട്ടെന്ന് സംഭവിച്ച ഒരു മാറ്റമായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഭയങ്കര മാറ്റം സംഭവിച്ചു. ഫോളോവേഴ്സ് ഒക്കെ കൂടി ക്രഷൊക്കെ അടിച്ച ആൾക്കാർ വരുന്നുണ്ട്. അച്ഛൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അച്ഛനുള്ളതുകൊണ്ട് പറയാൻ അല്ലല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ മെസ്സേജ് ഒക്കെ അയച്ചിട്ട്. മെസ്സേജ് അയക്കാറുണ്ട്. അത് മറിമായം ചെയ്തുകൊണ്ടിരുന്ന ടൈം തൊട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര സ്നേഹത്തോടെ മെസ്സേജസ് അയക്കാറുണ്ട്. മോളെ മറിമായം കാണാറുണ്ട്, നല്ലതാണ്, നല്ല നിലയിൽ എത്തട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലരൊക്കെ ഇങ്ങനെയൊക്കെ അയക്കും, എന്താണ് ഗുരുവായൂരപ്പനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അയക്കാറൊക്കെ ഉണ്ട്. മോൾക്ക് നല്ലൊരു നിലയിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കതൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്, അവരുടെയൊക്കെ വീട്ടിലുള്ള ഒരാളെപ്പോലെ വിചാരിച്ചിട്ടാണല്ലോ. എന്നിട്ടിപ്പോ ഈ വാഴ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ കുറെ മെസ്സേജസ് വന്നു. കമന്റ് കണ്ടായിരുന്നു മറിമായത്തില്. പിന്നെ മറിമായത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. മറിമായത്തിൽ വന്നപ്പോഴേ തോന്നി ഇങ്ങനെ ഒരു സിനിമയിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമുക്ക് വേണ്ടപ്പെട്ടവര് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാര് സംസാരിക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നും. എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? സമയം കണ്ടെത്താൻ ഞാൻ മാക്സിമം എനിക്ക് പറ്റണവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കമന്റിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും കാണുമ്പോൾ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചിലർ പടമൊക്കെ വരച്ചിട്ടൊക്കെ ഇങ്ങനെ അയക്കുകയൊക്കെ ചെയ്യും. അവരുടെയൊക്കെ ആക്കുമ്പോൾ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറ്റാണെങ്കിലൊക്കെ അയച്ചു കൊടുക്കും. അല്ല, മോളുടെയും വരച്ചിട്ട് കണ്ടായിരുന്നു ഇൻസ്റ്റയില്, നന്നായിട്ടുണ്ടായിരുന്നു. വീട് എവിടെയാണ് ശരിക്കും? ശരിക്കും വീട് അങ്കമാലിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. എവിടെയാ പഠിക്കുന്നത്? തൃക്കാക്കര ഭാരത് മാതയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയും അച്ഛൻ്റെ അമ്മയും. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുക? അച്ഛൻ ഡ്രൈവറാണ്, അമ്മ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താം, ട്യൂഷൻ സെന്റർ, അക്ഷര ട്യൂഷൻ സെന്റർ. അപ്പോൾ അച്ഛന് എത്രത്തോളം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ ഇങ്ങനെ ഒരു സിനിമയിലേക്ക്, മോളുടെ ഒരു അഭിലാഷം പൂർത്തീകരിക്കണം, ഒരു ആഗ്രഹം സഫലീകരിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു? എത്രത്തോളം അച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ട്? അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എൻ്റെ ഫ്രണ്ട്സിനും എന്നെക്കാട്ടും വലിയ ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ സക്സസ്ഫുൾ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അച്ഛനും അമ്മയും അങ്ങനെ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും എന്നെ കൊണ്ടുപോകുന്നത്, ഇപ്പം ഇങ്ങോട്ടേക്ക് വരണേന് എന്നെ റെഡി ആക്കുന്നത്, എല്ലാ കാര്യങ്ങളും അമ്മയും അനിയത്തിയുമാണ്. അമ്മയാണ് റെഡിയാക്കി വിടുന്ന, അനിയത്തിയാണ് എൻ്റെ എല്ലാ സാധനവും സെലക്ട് ചെയ്ത് തരുന്നത്. ഈ ഡ്രസ്സ് ഇടണം, ഇങ്ങനെ മുടി കെട്ടണം, ഇങ്ങനെ കണ്ണെഴുതണം, എല്ലാം അവൾ സെലക്ട് ചെയ്ത് തരും. അമ്മ ഡ്രസ്സ് എല്ലാം സെറ്റ് ചെയ്ത് തരും, അച്ഛൻ കൊണ്ടുവരും. എല്ലാത്തിനും പേഴ്സണലായിട്ട് ആൾക്കാരുണ്ട്. പേഴ്സണൽ കോസ്റ്റ്യൂമറും മേക്കപ്പ്മാനും ഡ്രൈവറെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എവിടെയും പോകണ്ടല്ലോ. അപ്പൊ അച്ഛനും അമ്മയുടെ പേരെന്താ? ധന്യ. അതാണ് ലക്ഷ്മി ധന്യ സജു അല്ലേ? അനിയത്തിയുടെ പേര്? കൃഷ്ണപ്രിയ. അനിയത്തി എന്ത് ചെയ്യുക? അവളെ SSLC ഇപ്പൊ 10th എക്സാം എഴുതിയേക്ക. 10th അതിന്റെ ഒരു ഇതുണ്ടോ, പേടിയുണ്ടോ? പേടിയുണ്ട്. അതായിട്ട് പഠിക്കോ? നന്നായിട്ട് പഠിക്കും. ഞങ്ങക്ക് പേടിയില്ല, പക്ഷെ അവൾക്ക് പേടിയുണ്ട്. വാഴ 2 കണ്ടിറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഷോ തന്നെ കണ്ടായിരിക്കുമല്ലോ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ശരിക്കും കരഞ്ഞോ? കരഞ്ഞു. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടാൽ തന്നെ നമ്മള് കരയുമല്ലോ. അങ്ങനെ തന്നെ കരഞ്ഞിട്ടാണ് അമ്മയും അച്ഛനും ഇരുന്നത്. അപ്പൊ അച്ഛനെ ഞാൻ അപ്പൊ തന്നെ കണ്ടില്ലായിരുന്നു. അച്ഛനും പറഞ്ഞ അച്ഛൻ അപ്പം തന്നെ വിൻചേട്ടനെയും സമിൻസേനെയൊക്കെ കണ്ട് സംസാരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അമ്മ അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര, ഞാനും വേദയും കൂടി ഇരുന്നിട്ടാണ് ഒരുമിച്ചാണ്
സിനിമ കണ്ടത്. അപ്പോൾ അമ്മ ആദ്യം പോയി വേദനയെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷമായി. വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷം. ഇപ്പൊ എല്ലാരും കണ്ടോ? വീട്ടിലെ എല്ലാരും കണ്ടോ? ഫാമിലി എല്ലാവരും. ഇപ്പം ഞാൻ ഇപ്പം വരുന്ന വഴിയും എൻ്റെ കൊച്ചച്ഛൻ വിളിച്ചോളൂ, അങ്ങനെ എല്ലാവരും കണ്ട് ഫ്രണ്ട്സൊക്കെ ആദ്യമേ പോയി കണ്ടു. ഫുൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു ചെറിയ സീനാണ് അവർക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് നിന്നെ കണ്ടാ മതി ബിഗ് സ്ക്രീനിൽ അങ്ങനെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് എല്ലാവരും പോയി കണ്ടു. എനിക്ക് എല്ലാവരും കൂടെ പോകാൻ പറ്റിയില്ല, എനിക്ക് എക്സാം ആയിരുന്നോണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എല്ലാവരും പോയി കണ്ടു. പക്ഷെ അപ്പൊ എല്ലാരും സീൻ കണ്ടതിന് ശേഷം എന്താ പറഞ്ഞ? സിനിമ കണ്ടതിന് ശേഷം ഭയങ്കര സന്തോഷമായി. ഇനി അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലുതാവണം, വലിയ നല്ല എത്തണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് എത്തിപ്പോകും. നമ്മളും അതിനു വേണ്ടി ട്രൈ ചെയ്യും ഭയങ്കരമായിട്ട്. ശരിക്കും ഈ സിനിമയില് അജിൻ ജോയി, വിനായക്, ദേവരാജ്, അലൻ ബിൻ സിറാജ്, അതുപോലെ തന്നെ ഹാഷിർ, ഇവര് എല്ലാവരുമായിട്ട് വർക്ക്ഷോപ്പിന്റെ സമയത്ത് എല്ലാരെയും കണ്ടായിരുന്നോ? നമുക്ക് ഒരുമിച്ചല്ലായിരുന്നു വർക്ക്ഷോപ്പ്. അവർക്ക് ആദ്യമേ ആയിരുന്നു വർക്ക്ഷോപ്പ്. അപ്പോൾ അവരുടെ വർക്ക്ഷോപ്പ് നടക്കുന്ന ടൈമിലാണ് ഞാൻ ഓഡീഷന് ചെല്ലുന്നത്. അപ്പോൾ അന്നാണ് ഞാനിങ്ങനെ ഹാഷിർ, അലൻ, അജിൻ, വിനായക്, പിന്നെ ദേവരാജേട്ടൻ, സാബർ, ശബരി, ഇത്രയും പേരെ ഞാൻ അന്ന് കണ്ടു. അന്ന് ഞാൻ അവരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അന്ന് തന്നെയാണ്. പക്ഷെ അന്ന് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള രീതിയിലാണ് അവരിങ്ങോട്ടേക്ക് സംസാരിക്കുന്നതും. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭയങ്കര എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസേഴ്സാണ് യുറേക്ക സ്റ്റോറീസ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ പക്ഷേ ദേവരാജേട്ടനെ മനസ്സിലായില്ല അന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ചെന്ന് ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ സമയത്തും ദേവരാജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ദേവരാജേട്ടൻ ഈ പറഞ്ഞ പോലെ മറിമായം കാണാറുണ്ട് എന്നിങ്ങനെ പറയും. അപ്പൊ എൻ്റെ അടുത്ത് മറിമായത്തിന്റെ കാര്യം ചോദിക്കും. എനിക്കാണെങ്കിൽ യുറേക്ക സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യുറേക്ക സ്റ്റോറീസിന്റെ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അതൊരു ഭയങ്കര അവരെങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ചില്ലാണ്. ഹാഷിറൊക്കെ എങ്ങനെ? ഹാഷിറിന് ഉപകാരം ഉണ്ടായത് ആ ഒറ്റ സീന് കൊണ്ട് ഉപകാരം ഉണ്ടായത് ഹാഷിറിന് മാത്രമാണ് ആ സിനിമയില്. അപ്പൊ ഹാഷിർ എങ്ങനെയുണ്ടായിരുന്നു? അവർ ഓരോരുടെ ആളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്, അവരുടെ ക്യാരക്ടർ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാഷിർ എങ്ങനെയാണ്? നിങ്ങൾ ഒന്നിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല കമ്പനിയാണ്. ഞാൻ പറഞ്ഞില്ല, ഓഡീഷന് ചെന്നപ്പോഴാണ് ഫസ്റ്റ് അവരെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് ചെല്ലുമ്പോൾ എനിക്ക് നമ്മൾ ആദ്യമായിട്ട് ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഇതായിരിക്കുമല്ലോ, അയ്യോ എനിക്ക് ആരെയും പരിചയമില്ല എന്നുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഷൂട്ട് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അലൻ ദൂരേന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വന്ന്. അപ്പോൾ തന്നെ നമുക്ക് ഓക്കെ സമാധാനമായി. അത് കഴിഞ്ഞ് പിന്നെ ഹാഷിർ വന്നിട്ട് എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കംഫർട്ടബിളായി. അവരങ്ങനെയാണ്, നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. എപ്പോഴും വന്ന് സംസാരിക്കും. നല്ലൊരു കമ്പനിയാണ് നമ്മളവിടെ എല്ലാവരുമായിട്ട് തന്നെയാണെങ്കിലും. അജിനാണെങ്കിലും വിനായകായിട്ടാണെങ്കിലും എല്ലാവരും ഭയങ്കര ജെനുവിനാണ് അവരെല്ലാവരും. വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ് റിയൽ ലൈഫിലും അങ്ങനെ തന്നെ. അങ്ങനെ വേറൊരു ഫേസ് ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ശരിക്കും അവരൊരു സ്റ്റാർസ് ആണല്ലോ, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അവരങ്ങനെ ചില ആൾക്കാരുണ്ട് ചിലപ്പോ മിണ്ടില്ല, മാറി നിൽക്കും, അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല. അങ്ങനെയൊന്നുമല്ല. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. അപ്പൊ ഇനി വാഴ 3 വരുന്നുണ്ട്, ഇനിയും കുറെ താരങ്ങൾ അതിലൂടെയും വരും. അത് ഇന്നലെ കണ്ടപ്പോ ഹാഷിറിന്റെയും അവരുടെ എല്ലാവരുടെയും കാര്യം ചോദിച്ചല്ലോ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറും കൂടി അതിനകത്തൊരു ബാധകമാണ്. എല്ലാവരുടെ അടുത്തും അവർ മിങ്കിൾ ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഒരു നന്മയുണ്ട് അവർക്ക് എല്ലാവർക്കും. അതാണ് അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മുടെ ഡയറക്ടർ സവിൻ ചേട്ടൻ, പിന്നെ വിപിൻ ചേട്ടൻ്റെ വൈഫ് അശ്വതി ചേച്ചി, അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ ഡയറക്ഷൻ ഗ്രൂവിലുള്ള എല്ലാവരും, നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ, അങ്ങനെ എല്ലാവരും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരിലും ഉള്ളൊരു കോമൺ ഫാക്ടർ അതാണ്. മനസ്സിൽ ഒരുപാട് നന്മയും സ്നേഹമുള്ള ആളുകളാണ് അവരെല്ലാവരും. ആർക്കും ജാടയില്ല, അതാണ് അല്ലേ? അതെ. അപ്പൊ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും കണ്ടുപഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ വളർന്നാലും നമ്മൾ വന്ന വഴി നമ്മൾ മറക്കരുത്. നമ്മളങ്ങനെ
നിന്ന അതെ അത് തന്നെയാണ് അവരുടെ അടുത്തുനിന്ന്. സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിരുന്നു, ഇപ്പൊ ഫാമിലി കുടുംബ പ്രേക്ഷകരുടെ സ്റ്റാറുമായി ഇപ്പൊ അവരൊക്കെ മാറി. അപ്പൊ അതൊരു വലിയ കാര്യമാവും. സോഷ്യൽ മീഡിയയിൽ അവർ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പം ബിഗ് സ്ക്രീനിലും. അപ്പം സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ അല്ലെ ഇക്കാലത്ത്? അതെ 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 അതെ. സോഷ്യൽ മീഡിയയിൽ നല്ല വീഡിയോസ് ഇടാറുണ്ട്, എല്ലാം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ചോദിക്കുന്നത്, നല്ല കണ്ടന്റ് ക്രിയേഷൻ അപ്പൊ സ്വന്തം തന്നെയാണോ കണ്ടന്റ്? അല്ലല്ല, അത് നമ്മുടെ മൈക്രോ ഫിലിം കമ്പനി എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളെല്ലാവരും ഒരേ കോളേജിൽ, ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. പിന്നെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ് അങ്ങനെ എല്ലാവരും. അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ആണ്. ഒരു ടീമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ അച്ചുവിന്റെ അമ്മ എന്നൊക്കെ പറയുന്നത് നല്ലതായിരുന്നു. അമ്മയുടെ അത് നല്ല, പിന്നെ ഒരു പരസ്യം ചെയ്തതാണെങ്കിലും, ലബാന്റെ പരസ്യം ചെയ്തതാണെങ്കിലും അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. ഭയങ്കര നമുക്ക് ഭയങ്കര ടച്ചിങ് ആവും. നമ്മളെ ആഗ്രഹങ്ങൾ പറയാത്ത അമ്മമാർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അമ്മ കണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ? അതും ഒരു കൈൻഡ് ഓഫ് ഒരു കൂട്ടായ്മയുടെയാണ്. നമ്മളെല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇപ്പൊ ഇന്ന് അവരെന്റെ കൂടെ വരാന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അങ്ങനെ അത് ഞാൻ പറഞ്ഞേ, ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് കൂടെ നിൽക്കാനായിട്ട്. ഫ്രണ്ട്സിന്റെ പേര് പറയാനാണെങ്കിൽ കുറെ ഉണ്ടാവും അല്ലേ? കുറെ പേരുണ്ട്. മിസ്സായി പോയി. അപ്പം ശരിക്കും അവർക്കും സിനിമയിലൊക്കെ വരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട് എല്ലാവർക്കും. അവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ട് വേണം എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എന്നിങ്ങനെ എപ്പോഴും പറയും. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ പറയും, നമ്മളൊരു ദിവസം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ എല്ലാവരും അതെ അവര് അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമുക്ക് എത്തണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വിനായകും ഹാഷിറൊക്കെ ആ ടീമാണല്ലോ സിനിമയിലേക്ക് ഇപ്പോ ഒന്നിച്ച് തന്നെ എത്തിയത്. അപ്പൊ ഒരാൾക്ക് സങ്കടമില്ല, എല്ലാവരും ഒരുമിച്ചാണ് വന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ, വാഴ 2 ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചൊരു സീൻ ഏതായിരിക്കും ചോദിക്കുവാണെങ്കിൽ? എന്നെ കരയിച്ചത് വിനായകിന്റെ സീന. വിനായകിന്റെയും ഭയങ്കര ഭയങ്കര ടച്ചിങ് ആയിട്ട് ഞങ്ങൾക്ക് കരഞ്ഞിട്ട് ലാസ്റ്റ് ആരെങ്കിലും കാണുമെന്ന്, നമ്മൾ കരയും ആരെങ്കിലും അടുത്തിരിക്കുന്നൊരു ഇതുണ്ടാവുമല്ലോ. കരയാത്തവര് ചുരുക്കമായിരിക്കും. അതെ അതെ. പിന്നെ ചിരിപ്പിച്ചൊരു സീൻ ചോദിക്കുവാണ് ഏതാണ് അതില് ഏറ്റവും കൂടുതൽ തിയേറ്ററിലെ സീനാണ്? അതെ, അമീന്റെ. അത് അടിപൊളിയായിരുന്നു. അമീനെ അവരെയൊക്കെ പരിചയമുണ്ടോ? അമീനെയും അല്ല, നമുക്ക് ഒരുമിച്ച് ഷൂട്ട് ഉണ്ടായിരുന്നില്ലായിരുന്നു അമീനുമായിട്ടുള്ള സമയത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടന്റ്. എന്റെ അച്ഛൻ ഭയങ്കര ഫാൻസ് ആണ് അവരുടെ. അച്ഛൻ ശരിക്കും പറഞ്ഞ മോളെ ഏത് അറ്റം വരെയും കൊണ്ടുപോകാൻ എന്തെങ്കിലും ഇങ്ങനെ അച്ഛനായിട്ട് ട്രൈ ചെയ്യാറുണ്ടോ? ആരോടെങ്കിലും ഒക്കെ പറയാറൊക്കെ ഉണ്ടോ? നമുക്ക് ഓൾറെഡി അങ്ങനെ ഫാമിലി ആയിട്ട് സിനിമാ ഫീൽഡായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ നമുക്ക് പറയാനായിട്ട് അങ്ങനെ ബന്ധങ്ങളില്ല സിനിമാ ഫീൽഡിൽ. പക്ഷെ എവിടെ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ എന്നെ കൊണ്ടുപോവാൻ എവിടെ എപ്പോഴായാലും റെഡിയാണ്. അച്ഛൻ മാത്രല്ല കേട്ടോ, എൻ്റെ അമ്മയുടെ അച്ഛനാണ് എൻ്റെ കൂടെ ഷൂട്ടിനും വന്ന് നിൽക്കാറുള്ളത്. അച്ഛനിടയ്ക്ക് ഇപ്പോൾ അച്ഛൻ ഡ്രൈവറാണല്ലോ, അപ്പോൾ ഓട്ടം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ വന്ന് നിൽക്കും ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം അച്ഛനാണേലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു കുടുംബം നോക്കുന്നത്. പക്ഷെ എന്നാൽ പോലും മോളുടെ ഒരു അഭിലാഷത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക, മോൾ ഇപ്പോഴേ സ്വന്തമായിട്ട് സമ്പാദിക്കുക, അതൊക്കെ ഭയങ്കര അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? അവർക്ക് എന്താ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് സ്വന്തം ഒരു സമ്പാദ്യം കൊണ്ട്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയതാണേലും ഡ്രസ്സൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ സാധനങ്ങൾ വലുതായിട്ട് സമ്പാദിച്ചിട്ട് വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹമൊക്കെ. പറയോ മോളോട് അങ്ങനെ ഒരു അങ്ങനെ ആഗ്രഹങ്ങളും, അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും അവരങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പം ചെയ്യണം അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. സിനിമയിൽ വരുമ്പോൾ അച്ഛനും അമ്മയും നൽകി എന്തെങ്കിലും ഒരു ഉപദേശം എന്തെങ്കിലും ഉണ്ടോ? നമ്മള് സിനിമയിൽ ആരും സിനിമയിലില്ല, നമ്മൾ സ്വന്തമായിട്ട് വഴിവെട്ടി വന്നതാണ്, അപ്പൊ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ സിനിമയിലേക്ക് എങ്ങനെ നിൽക്കണം എന്നൊക്കെ? എന്തെങ്കിലും ഉപദേശം തരുമല്ലോ. ഇപ്പോൾ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ ചെന്നാലും നമ്മൾ എവിടെയാണോ ചെല്ലുന്നത് അവിടെ നമ്മൾ ബെസ്റ്റായിട്ടിരിക്കുക, നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക, അത് കീപ്പ് ചെയ്യുക. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. അത് തന്നെയാണ് പറയാറ് എപ്പോഴും. നമുക്ക് വളരണമെങ്കിൽ നമ്മുടെ ടാലൻറ്റ് വെച്ചിട്ട് നമ്മൾ വളരാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ നോക്കാതെ നമ്മൾ നമ്മുടെ ടാലൻറ്റിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിനുവേണ്ടി മുന്നോട്ട് പോവുക.
ഇപ്പം മറിമായത്തിലേക്ക് വരുവാണെങ്കിൽ മറിമായത്തിലെ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ എപ്പിസോഡ് ഭയങ്കര അസാധ്യമായിട്ട് അത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ച് ആയതാണ്. പിന്നെ അതുപോലെ തന്നെ ബെഞ്ചിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഞാൻ വാഴന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഷോട്ട് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഫോണിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ജെൻസിയുടെ എപ്പിസോഡ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ബെഞ്ചിങ് അല്ലേ അതെ ആണെന്ന് പറയണോ അല്ല അങ്ങനെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ടു. നല്ല ഞാനും പിന്നെ എനിക്ക് അന്നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ എപ്പിസോഡും കാണാറില്ല. പക്ഷെ ആദ്യമായിട്ട് കണ്ടത് ലക്ഷ്മിയുടെ ആ എപ്പിസോഡാണ് ഞാൻ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക നല്ല റീച്ച് ആയതാണ്. പിന്നെ ഞാൻ ഒരുപാട് എപ്പിസോഡ് പിന്നീടാണ് കണ്ടതിലൊക്കെ നല്ല ക്യാരക്ടറാണ് അതിലൊക്കെ കിട്ടിയിരിക്കുന്നത്. മറിമായം നമ്മൾ ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ഷോ ആണല്ലോ. അതിലെങ്ങനെയാണ് ഒരു ഭാഗമായത് മറിമായത്തിൽ? അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ഉണ്ണി എന്ന് പറഞ്ഞ അച്ഛൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള. അപ്പം അങ്കിൾ തന്നെ ആദ്യം മനോരമയിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്നെ സുഹിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സുഹിൽ ചേട്ടനാണ് എന്നെ മിഥുൻ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിഥുൻ ചേട്ടനാണ് മറിമായത്തിൻ്റെ ഡയറക്ടറായിരുന്നത്. അങ്ങനെ മറിമായത്തിലോട്ടേക്ക് എത്തിയത്. മറിമായത്തിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ് മറിമായത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എപ്പോഴും സട്ടിലായിട്ടുള്ള ആക്ടിങ് പിടിക്കാനും ഓരോ ക്യാരക്ടർ തരുമ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ അതിൽ ഇംപ്രവൈസ് ചെയ്യാം, ഒരു സ്ക്രിപ്റ്റ് വെച്ച് ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാധനമല്ല മറിമായ എന്ന് പറയുന്നത്. അപ്പം സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്ക്, പക്ഷെ എന്ന് വെച്ചാൽ അത് തന്നെ ഫോളോ ചെയ്ത് അങ്ങനത്തെ ഒരു സാധനമല്ല. ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളും അങ്ങനെ അവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണല്ലോ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതാണ് ഗുണം. ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ്, ആക്ടിങ് ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ് ശരിക്കും അവിടെ അവരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ. അത് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ മറിമായം? ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യാമറേനെ ഫേസ് ചെയ്യാനും നമുക്ക് എങ്ങനെയൊക്കെ അതൊക്കെ മറിമായത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരിക്കും ചെയ്ത്? അതിൽ ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അതാണ് അതിന്റെ ഒരു മറിമായത്തിന്റെ ഒരു അതാണ് അതിന്റെ വലിയൊരു ഗുണം. അതുപോലെ തന്നെ പറഞ്ഞും തരും കേട്ടോ. നമ്മൾ ഓരോ ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്തൊക്കെ ഓരോ ക്യാരക്ടർ തരുമ്പോഴും ഇത് ഇന്നതാണ് ക്യാരക്ടർ, നിനക്കത് ഇന്ന രീതിയിൽ പോർട്രേ ചെയ്യാം. അത് മിഥുൻ ചേട്ടൻ പറഞ്ഞാലും ഡയറക്ടറായിരുന്നു. അതുപോലെ നമ്മുടെ ക്രൂവിലുള്ള എല്ലാവരും, അതായത് നമ്മുടെ കാസ്റ്റിലുള്ള എല്ലാവരും, മണിച്ചേട്ടൻ, നിയാസ്ക, റിയാസ്ക, പിന്നെ 2 മണിച്ചേട്ടന്മാരുണ്ട്, പിന്നെ സ്നേഹ ചേച്ചി, വിനോദേട്ടൻ. വിനോദേട്ടനൊക്കെ ഇപ്പോൾ മറിമായം കണ്ടിട്ട് വാഴ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വിനോദേട്ടൻ വിളിച്ചു, ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. ഒരു മോളെപ്പോലെ ഇങ്ങനെ സ്നേഹിക്കുന്ന വിനോദ് കോവൂരല്ലേ അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? കോയ, പ്യാരി, സത്യശീലൻ, മന്മഥൻ, എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുകയാണ്. അതെ അതിനിടെ പിടിച്ചെടുക്കാനും നല്ല പാടാണ്. മണ്ടോദരിയുടെ മോളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സ്നേഹിച്ചിന്റെ കൂടെ കുറെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്നേഹ ചേച്ചി ആയിട്ടുള്ള ഒരു? നല്ല രസമാണ്. ചേച്ചി ആള് ഭയങ്കര ജോളിയാണ്. നല്ല ഇങ്ങനെ പറഞ്ഞൊക്കെ തരും. ചേച്ചി മാത്രല്ല എല്ലാരും ഇങ്ങനെ പറഞ്ഞൊക്കെ തരും നമുക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ല, അവരിൽ നിന്ന് ഒരുപാട് അഭിനയം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് വലിയൊരു കാര്യം. കാരണം സത്യം പറഞ്ഞാൽ വാഴ 2-ൽ ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു ആദ്യം തന്നെ ഒരു എല്ലാവരുടെ മുന്നിലും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത് എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാണ് മറിമായത്തിലൂടെ. അതിൽ ബാക്കിയുള്ളവരൊക്കെ ഫ്രഷേഴ്സ് ആണല്ലോ, ലക്ഷ്മിയാണ് അതിലിങ്ങനെ അഭിനയിച്ചൊരു പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള്. അവരൊക്കെ കണ്ടിട്ടുണ്ടോ മറിമായൊക്കെ? മറിമായം ഇടയ്ക്ക് ഇങ്ങനെ റീലും ഇതൊക്കെ ഞാൻ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അവർ കണ്ടിട്ടൊക്കെ. പിന്നെ എനിക്ക് മറിമായത്തിൻ്റെ ഇടയ്ക്ക് റീലൊക്കെ വരുമ്പോൾ സവിൻ ചേട്ടൻ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട് റീല് കണ്ടിട്ട്. അങ്ങനെ